മെൻ്റലൈഫ് മൂലകങ്ങളെ തരംതിരിച്ചത് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ്. അപ്പം മെൻ്റലൈഫ് മൂലകങ്ങളെ തരംതിരിച്ചത് ആറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ. മെൻ്റലൈഫിൻ്റെ പീരിയോഡിക് നിയമം. മെൻ്റലൈഫിൻ്റെ പീരിയോഡിക് നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പം മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് മെൻ്റലൈഫ് പറഞ്ഞത്. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ മോസ്ലിയെ സഹായിച്ചിരിക്കുന്ന പരീക്ഷണമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം. പിന്നെ മോസ്ലിയുടെ കാര്യമാണ് പറയുന്നത്. മൂലകങ്ങളുടെ ഗുണങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ മോസ്ലിയെ സഹായിച്ച പരീക്ഷണമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മെൻ്റലൈഫിൻ്റെ പീരിയോഡിക് നിയമം അനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ വിളിക്കുന്നത് ഗ്രൂപ്പുകൾ എന്നാണ്. കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ. പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള വിലങ്ങനെയുള്ള കോളങ്ങളാണ് പീരിയോഡുകൾ. അപ്പോൾ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിലങ്ങനെയുള്ള കോളങ്ങളെ പീരിയോഡുകളെന്ന് പറയുന്നത്. എത്ര ഗ്രൂപ്പുകളുണ്ട്? ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ട്. 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും. ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ട്. മെൻ്റലൈഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ പീരിയഡുകളുടെ എണ്ണം എത്ര? പീരിയഡുകളുടെ എണ്ണം 8ആണ്. ഇനി മെൻ്റലൈഫിൻ്റെ, അതായത് മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിളിലാണ് ഗ്രൂപ്പുകൾ 18 പീരിയഡുകൾ 7. പക്ഷേ മെൻ്റലൈഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ പീരിയഡുകളുടെ എണ്ണം 8ആണ്. 8 പീരിയഡുകളും ഗ്രൂപ്പുകൾ 6ആണ്. 8ഉം 6ഉം പീരിയഡുകൾ കൂടുതലുണ്ട്. 8 ഉണ്ട്, ഗ്രൂപ്പുകൾ 6 ഉള്ളൂ. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പം മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അപ്പം മൂലകങ്ങളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് നമ്പറാണ്. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പറാണ് 1, 2 എന്നുള്ള മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 1, 2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പറാണ്. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് നമ്പറാണ്.